വെളിപാട് 21 അധ്യായം. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. എന്തെന്നാൽ ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും ഇല്ലാതായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഭർത്താവിനായി മണവാട്ടിയെപ്പോലെ അണിയിച്ചൊരുക്കപ്പെട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം പറയുന്നത് ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. ദൈവം തന്നെ അവരോടുകൂടെ ആയിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. ഇനിയൊരിക്കലും മരണം ഉണ്ടായിരിക്കില്ല. ഇനിമേൽ വിലാപമോ മുറവിളിയോ വേദനയോ ഉണ്ടാകില്ല. എന്തെന്നാൽ ആദ്യത്തേതെല്ലാം കടന്നുപോയി. സിംഹാസനസ്ഥൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ പുതിയതാക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യസന്ധവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവൻ ഇവയെല്ലാം അവകാശപ്പെടുത്തും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ എന്നിവരുടെയും സകല കാപട്യക്കാരുടെയും ഓഹരി തീയും ഗന്ധകവുമെരിയുന്ന തടാകത്തിലായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ വഹിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, മണവാട്ടിയെ, കുഞ്ഞാടിൻ്റെ ഭാര്യയെ ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ കല്ലിനു തുല്യം, സ്ഫടിക സമാനമായ സൂര്യകാന്തക്കല്ലുപോലെ. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളുമുണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവൻ്റെ പക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ദണ്ടുകൊണ്ട് നഗരം അളന്നു, 12,000 സ്താദിയോൺ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യമായിരുന്നു. അവൻ അതിൻ്റെ മതിലും അളന്നു, മനുഷ്യൻ്റെ, അതുതന്നെ ദൂതൻ്റെയും തോതനുസരിച്ച് 144 മുഴം. മതിലിൻ്റെ പണി സൂര്യകാന്തം കൊണ്ട്. നഗരം അച്ഛസ്ഫടിക സമാനമായ തനിത്തങ്കമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം വിലയേറിയ കല്ലുകളും കൊണ്ട് അലംകൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിൻ്റെ തെരുവീഥി അച്ഛസ്ഫടിക സമാനമായ തനിത്തങ്കമായിരുന്നു. ഞാൻ നഗരത്തിൽ ദേവാലയം കണ്ടില്ല. എന്തെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ല. ദൈവമഹത്വം അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്.
അതിൻ്റെ പ്രകാശത്താൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല, എന്തെന്നാൽ അവിടെ രാത്രി ഇല്ല. അവർ ജനതകളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരല്ലാതെ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കാപട്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല.